അവൻ്റെ കൈ അനുവിൻ്റെ മാറിലൊന്ന് അമർന്നതും അനു ഒന്ന് പിടഞ്ഞു പൊന്തി. അവളുടെ വശ്യമായ സ്വരം അവൻ്റെ കാതിൽ അമർന്നതും ഡെവി അവളുടെ നൈറ്റ് ഗൗൺ അവളിൽ നിന്നും അടർത്തി മാറ്റിയിരുന്നു. അനു ഒന്ന് ഞെട്ടിക്കൊണ്ട് കണ്ണു തുറന്നതും ഡെവി അവളിൽ നിന്നും ഇന്നറും അടർത്തി മാറ്റി അവളുടെ മാറിലേക്ക് മുഖം പൂഴ്ത്തിയിരുന്നു. അവൻ്റെ ചുണ്ടും നാവും അവളുടെ 2 മാറിനെയും മാറി മാറി നുണഞ്ഞുകൊണ്ടിരുന്നു. അതിനെ തലോടിയും നോവിച്ചും സമയം കടന്നുപോയി. വല്ലാത്തൊരനുഭൂതിയായിരുന്നു ഡെവിയിൽ നിറഞ്ഞു നിന്നത്. അനുവിലാണെങ്കിൽ വല്ലാത്ത ഞെട്ടലും. എന്തു ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ. തൻ്റെ കൈ ബെഡ്ഷീറ്റിൽ അമരുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. അവളുടെ മാറിനെ നുണഞ്ഞെടുത്തു. അവളുടെ ഇടതുമാറ് അവൻ്റെ കൈക്കുള്ളിൽ ഞെരിഞ്ഞമർന്നു. അവളുടെ ശരീരമൊന്ന് ഉയർന്നു പൊന്തി. അവളിൽ വല്ലാത്തൊരനുഭൂതിയും വിറയലും വന്നു. എന്തോ ഡെവിയെ നോക്കാൻ നാണം പോലും. എന്നാൽ ഇതേ സമയം ഡെവിയുടെ അവസ്ഥ. അപ്പൂപ്പൻ താടി പോലെ പാറി പറക്കുകയായിരുന്നു അവൻ. അവളുടെ മൃദുലമായ ഇരുമാറിനെയും അവൻ കടിച്ചും നുണഞ്ഞും ഞെരിച്ചമർത്തിയും രുചിച്ചുകൊണ്ടേയിരുന്നു. അവളിൽ നിന്നൊരു സീൽക്കാരം ഉയർന്നതും അവൻ്റെ ചുണ്ട് വലത്തെ മാറിലും കൈയിടത്തെ മാറിലും വീണ്ടും അമർന്നു. അവൻ നൽകുന്ന പ്രവൃത്തിയിൽ അനുവൻ്റെ കണ്ണടഞ്ഞുപോയി. അവനെന്ന മാന്ത്രികതയിൽ അവൾ ലയിച്ചു പോയിരുന്നു. ഈ നിമിഷങ്ങൾ ഡെവിയും അവളിൽ അടിമപ്പെട്ടു പോവുകയായിരുന്നു. അവളുടെ കുറുകലുകളും ശ്വാസനിശ്വാസങ്ങളും അവനെ അടിമപ്പെടുത്തിയിരുന്നു. അവൻ്റെ കൈയും ചുണ്ടും അവളിൽ ഓടി നടന്നു. അനു അവനെ ഒന്നുകൂടെ തന്നോട് ചേർത്ത് പിടിച്ചു. പെട്ടെന്നാണ് ഡെവി അവളുടെ മാറിൽ നിന്ന് അവളുടെ ആദരങ്ങളിലേക്ക് വീണ്ടും ചേക്കേറിയത്. അവളുടെ ആദരങ്ങൾ അവൻ മാറി മാറി നുണഞ്ഞെടുത്തു. അവൻ്റെ ഉമിനീർ തൊണ്ടയിലേക്ക് ഇറങ്ങുന്ന സമയം തന്നെ അവളുടെ ചുണ്ടിൽ നിന്ന് അവൻ ചുണ്ട് മാറ്റി. ആ കഴുത്തിലേക്ക് മുഖം അമർത്തി. അവളുടെ താടി മുതൽ കഴുത്തുവരെ 1 ഇഞ്ച് പോലും ബാക്കി വയ്ക്കാതെ നനഞ്ഞു ചുണ്ടുകൾ കൊണ്ട് വേദനിപ്പിക്കാതെ കടിച്ചെടുത്തിരുന്നു ഡെവി. അനുവിനാണെങ്കിൽ തൻ്റെ ശരീരം വല്ലാതെ വിറയ്ക്കുന്നത് പോലെ തോന്നി. അവൾ വിവശയായി പോയിരുന്നു. കഴുത്തിൽ നിന്ന് ഡെവി വീണ്ടും അവളുടെ ഉയർന്നു താഴ്ന്ന മാറിടത്തിൽ 2 കൈയും അമർത്തി അവളെ വേദനിപ്പിക്കാതെ തഴുകിക്കൊണ്ട് ആ മാറിൽ ചുഴിയിൽ അവൻ്റെ ചുണ്ടും നാവും ഇറങ്ങിച്ചെന്നതും അവനെ ഇറുക്കെ പിടിച്ചുപോയിരുന്നു അവൾ. ഡെവിയുടെ കരലാണനിയിൽ പാതി അടഞ്ഞു നിൽക്കുന്ന അവളുടെ കണ്ണുകൾക്ക് വല്ലാത്ത വശ്യതയുണ്ടെന്ന് ഡെവിക്ക് തോന്നിയിരുന്നു ആ നിമിഷം. അത് അവനിൽ കൂടുതൽ ആവേശം തീർക്കുകയാണ് ചെയ്തത്. ഡെവിയുടെ കൈകൾ അവളുടെ നഗ്നമായ മാറുകളിൽ വീണ്ടും അമർന്നു. അവൻ്റെ കണ്ണുകളിൽ വശ്യത നിറഞ്ഞു. എന്നാൽ ആ സമയം ഡെവിയുടെ ശരീരം ചൂട് പിടിച്ചിരുന്നു. പെട്ടെന്നെന്തോ ഓർത്തതുപോലെ ഡെവി അനുവിൽ നിന്ന് അടർന്നു മാറി. തന്നിൽ നിന്ന് ഡെവിയുടെ ചൂടകന്ന് മാറിയതും അനു കണ്ണുകൾ ഉയർത്തി അവനെ ഒന്ന് നോക്കി. അവളെ ഒന്ന് നോക്കി കണ്ണുകൾ അടച്ചൊന്ന് ശ്വാസമെടുത്തതിന് ശേഷം തൊട്ടടുത്ത് കിടന്ന് പുതപ്പെടുത്ത് അവൻ അവളുടെ ദേഹത്തോടെ ഇട്ടു. അനു ഒന്ന് ഞെട്ടി അവനെ നോക്കിയതും ആ പുതപ്പിന് മുകളിൽ കൂടെ അവളെ പൊതിഞ്ഞു പിടിച്ച് അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി. അവൻ്റെ പ്രവൃത്തി നോക്കിക്കണ്ട അനു സംശയത്തിൽ അവനെ ഒന്ന് നോക്കി. അവളുടെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയതുപോലെ അവളുടെ നെറ്റിയിലൊന്ന് ചുണ്ടമർത്തി അവൻ പറഞ്ഞു തുടങ്ങി. നമ്മളുടെ ഫസ്റ്റ് നൈറ്റോ ഒന്നും ഓർമ്മയില്ലാതെ പോയി. പക്ഷേ സെക്കൻഡ് നൈറ്റ് ആർഭാടമായി കുരിശ് വീട്ടിൽ നമ്മുടെ മുറിയിൽ വെച്ച് ആഘോഷിക്കാം. അത് എൻ്റെ ഒരു ആഗ്രഹമാണ്. നിനക്ക് വേദന മാത്രം തന്ന ആ മുറിയിൽ വെച്ച് എനിക്ക് നിന്നെ പ്രണയം കൊണ്ട് മൂടണം. തന്നെ നോക്കി പ്രണയത്തോടെ പറയുന്ന ഡെവിയെ കാണി അനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഒരുപാട് ആഗ്രഹിച്ചതാണ്, കാത്തിരുന്നതാണ് ഈ പ്രണയം അനുഭവിച്ചറിയാൻ. ഇന്ന് അത് തൻ്റെ കയ്യിലെത്തിയപ്പോൾ ലോകം വെട്ടിപ്പിടിച്ച് സന്തോഷം തോന്നി അവൾക്ക്. അവൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുമ്പോൾ അവളും അവനെ പ്രണയത്തോടെ ചുംബിച്ചു. അവളെ ചേർത്ത് പിടിച്ച് ഡെവി കിടന്നു. അവൻ്റെ പ്രണയത്തിൻ്റെ ചൂടിൽ അവളും. പതിയെ 2 പേരും ഉറക്കത്തിൽ പുൽകി. രാവിലെ അനു ഉറക്കമുണർന്ന് നോക്കിയതും ഡെവി പോയിരുന്നു. തലേന്നത്തെ ഓർമ്മയിൽ അവളുടെ ചുടിയിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. പതിയെ അവൾ ഫോണെടുത്ത് സമയം നോക്കി. 6:30. അനു വേഗം ബാത്റൂമിലേക്ക് പോയി ഫ്രഷായി ഓഫീസിൽ പോകാൻ റെഡിയായി വന്നു. ഇന്നെല്ലാത്തിനും ഒരുപാട് വേഗതയുണ്ടായിരുന്നു. ഡെവിയെ കാണാനുള്ള തിടുക്കമായിരുന്നു അവൾക്ക്. വേഗം ഡെവിയെ പുറത്തേക്കുള്ള കതക് തുറന്നതും മുൻപിൽ അവൾക്കുള്ള ചായയുമായി ചെറിയമ്മ നിൽക്കുന്നുണ്ടായിരുന്നു. അവരെ നോക്കി ഒന്ന് ചിരിച്ചനു ചായ വാങ്ങി ചുണ്ടോട് ചേർത്തു. ഇന്ന് നേരത്തെയാണോ അനു? ചെറിയമ്മ അവളെ നോക്കി ചോദിച്ചു. അതേ ചെറിയമ്മേ, എനിക്ക് കുറച്ച് വർക്കുണ്ട്. അവരെ നോക്കി കള്ളം പറയാൻ മടിയുള്ളത് കൊണ്ട് അവൾ മുഖത്ത് നോക്കാതെയാണ് പറഞ്ഞത്.
പിന്നെ ഭർത്താവിനോട് പറഞ്ഞേക്ക്, ഈ മതിൽ ചാടിയുള്ള വരവ് മറ്റുള്ളവർ അറിഞ്ഞാലേ നാണക്കേടാണെന്ന്. പെട്ടെന്ന് ചെറിയമ്മ പറഞ്ഞത് കേട്ടതും കുടിച്ചുകൊണ്ടിരുന്ന ചായ അനുവിൻ്റെ തരിപ്പിൽ കയറി. അവൾ വെപ്രാളത്തോടെ മുഖം ഉയർത്തി അവരെ നോക്കിയപ്പോൾ അവൾക്ക് മുഖം കൊടുക്കാതെ ഒരു ചെറുചിരിയോടെ അവർ നടന്നകന്നു. അനു ഇപ്പോഴും ഞെട്ടി നിൽക്കുവാണ്. ചെറിയമ്മ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പം ചെറിയമ്മയ്ക്ക് എല്ലാം അറിയാം. അനു വേഗം താഴേക്ക് പോയി. അഭിയും ശരണ്യയും റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ പെരുമാറ്റത്തിൽ നിന്നും ചെറിയമ്മ അവരോടൊന്നും പറഞ്ഞിട്ടില്ലെന്ന് മനസ്സിലായി. ഇന്നലെ അനു എവിടെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഒരു ഫ്രണ്ടിനെ കാണാനായി പോയെന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു. വേഗം ഓഫീസിലെത്തിയതും അനു ഡെവിയുടെ ക്യാബിനിലേക്ക് പോയി. എന്നാൽ അവിടെ ശൂന്യമായിരുന്നു. ഡെവി ഇന്ന് വന്നിട്ടില്ല എന്നറിഞ്ഞതും അനുവിനെന്തോ വല്ലാതെ തോന്നി. പിന്നെ നേരെ അവൾ അവളുടെ സീറ്റിലേക്ക് പോയിരുന്നു. എന്നാൽ അനുവിൻ്റെ മാറ്റങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു അഭിയും ശരണ്യയും. ഡെവി ഓഫീസിലേക്ക് വന്നത് മുതൽ അനുവിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ അവർ ശ്രദ്ധിച്ചിരുന്നു. ഇന്നലെ 2 പേരും ഒന്നിച്ച് ലീവായതും പിന്നെ ഇതുവരെ സൈലൻ്റ് ആയിരുന്നു അനു പെട്ടെന്ന് വല്ലാതെ ആക്റ്റീവായതും അവർ ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ അവളോടൊന്നും ഇപ്പോൾ ചോദിക്കണ്ട എന്ന് കരുതി. എന്നാൽ അനുവിൻ്റെ മനസ്സ് നിറയെ ഡെവിയായിരുന്നു. തന്നോട് പറയാതെ അവൻ എവിടേക്കാണ് പോയത് എന്നുള്ള ചിന്ത അവളിൽ ആവലാതിയായിരുന്നു. അനുവിന് ഡെവിയോട് വല്ലാത്ത ദേഷ്യവും സങ്കടവും തോന്നി. അന്ന് തലവേദനയാണെന്ന് പറഞ്ഞ് ഉച്ചയ്ക്ക് തന്നെ അവൾ ഓഫീസിൽ നിന്നിറങ്ങി. കുറച്ചു ദൂരം പോയതും അവളുടെ 2 വീലറിന് മുൻപിലേക്ക് ഒരു കാറ് വന്ന് നിന്ന് ബ്രേക്കിട്ട് നിന്നു. ആദ്യം അത് കാര്യമാക്കിയില്ലെങ്കിലും ആ കാറിൽ നിന്ന് പുറത്തേക്ക് വന്ന 3-4 ഗുണ്ടകളെ കണ്ടതും ഭയത്തിൽ അനുവിൻ്റെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞിരുന്നു. എന്നാൽ അവർ അവളുടെ നേരെ വന്ന് അനുവിനെ ബലമായി സ്കൂട്ടിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. ബോഡി ഇവിടെ. അതിലൊരാൾ അനുവിൻ്റെ കൈപിടിച്ച് മുൻപോട്ട് വലിച്ചതും അയാളുടെ കൈപിടിച്ച് അവളുടെ വലത്തേ ഭാഗം അവൾക്ക് വല്ലാതെ വേദനിക്കാൻ തുടങ്ങി. നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? അവരുടെ കയ്യിൽ നിന്നും കുതറിക്കൊണ്ട് അനു ചോദിച്ചതും അവളുടെ കവിളിൽ ആദ്യത്തെ പ്രഹരമേറ്റിരുന്നു. വലത്തെ സൈഡിൽ പതിച്ച അവരുടെ കരുത്തറ്റ കൈയുടെ ബലത്തിൽ അനുവിൻ്റെ മുഖം ചുവന്ന് തിണർത്തു വന്നു. വാടി ഇവിടെ എന്ന് പറഞ്ഞ് അവളുടെ വലത്തെ കൈയിൽ പിടിച്ച് മുൻപോട്ട് വലിച്ചതും ആരുടെയോ പ്രഹരമേറ്റ് അയാൾ നിലത്തേക്ക് വീണിരുന്നു. ഭയത്തോടെ തനിക്ക് മുൻപിൽ നിൽക്കുന്ന ആളെ കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു വന്നു. മുൻപിൽ ദേഷ്യത്തിൽ നിൽക്കുന്ന ടോണിയും അവന് പുറകിൽ നിൽക്കുന്ന റോണിയും. അവരെ കണ്ടതും അവളിൽ ആശ്വാസം നിറഞ്ഞു. ഇതുവരെ അവളെ പൊതിഞ്ഞു നിന്ന ഭയം പെട്ടെന്ന് അപ്രതീക്ഷിതമായി. ഉടനെ തന്നെ അനുവിൻ്റെ വലത് ഭാഗത്തു നിന്ന് മറ്റൊരു ഗുണ്ട ടോണിയുടെ നേരെ കൈ ഉയർത്തിയതും റോണി അയാളെ അടിച്ച് താഴെയിട്ടിരു. ഏട്ടത്തി ഇങ്ങോട്ട് വാ. റോണി അവർ നേരിടുന്ന നേരം കൊണ്ട് ടോണി അനുവിനെ സേഫായ ഇടത്തേക്ക് മാറ്റി നിർത്തി. എന്നാൽ പ്രതീക്ഷിക്കാതെ ഒരാൾ അനുവിന് നേരെ കത്തിയുമായി വന്നതും അവൾ ഭയത്തിൽ 2 അടി പുറകിലേക്ക് പോയി. ആ നിമിഷം അവൾ തൻ്റെ മരണം മുഖാമുഖം കണ്ടിരുന്നു. അപ്പോഴാണ് ടോണി വന്ന അയാളിൽ നിന്ന് അവളെ രക്ഷപ്പെടുത്തിയത്. പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു. 2 പേര് മാത്രമുണ്ടായിരുന്നത് കൊണ്ട് അവരെ പെട്ടെന്ന് തന്നെ നേരിട്ടു. അനു അപ്പോഴും ആകെ ഭയന്ന് റോഡിൻ്റെ സൈഡിൽ നിൽക്കുവാണ്. അവരെ അടിച്ച് അവശയാക്കിയതിന് ശേഷം റോണിയും ടോണിയും അനുവിനടുത്തേക്ക് പോയി. എന്താണ് തനിക്കും ചുറ്റും നടക്കുന്നത് എന്നറിയാതെ അനു ആകെ പകച്ചു നിൽക്കുകയാണ്. ഏടത്തി എന്ന് വിളിച്ച് റോണി അവളെ ചേർത്ത് പിടിച്ചതും അനു അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു. അവളുടെ ശരീരം ഭയത്തിൽ വിറക്കുന്നത് കണ്ടതും അവൻ അവളുടെ പുറത്ത് വെറുതെ തട്ടിക്കൊടുത്തു. അവർ പോയി, ഏടത്തി പേടിക്കണ്ട. അത് കേട്ടതും അനു പതിയെ റോണിയിൽ നിന്ന് അടർന്നു മാറി. ഇനി ഏട്ടത്തി ഇവിടെ നിൽക്കണ്ട. ഏട്ടത്തിയെ വീട്ടിലാക്കാനാണ് ഇച്ചായൻ പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം. കയറ്. ടോണിയും റോണിയും അനുവിനെ അവർ വന്ന കാറിലേക്ക് കയറ്റി. യാത്രയിലൊന്നും ആരുമൊന്നും സംസാരിച്ചില്ല. അനുവിനോട് എങ്ങനെ സംസാരിച്ചു തുടങ്ങണമെന്ന് ടോണിക്കും റോണിക്കും അറിയില്ലായിരുന്നു. അനുവാണെങ്കിൽ ആകെ ഒറ്റപ്പെട്ടതുപോലെ ആ കാറിലിരുന്നു. കുറച്ചു മുൻപ് നടന്നത് മനസ്സിൽ തങ്ങി നിൽക്കുവാണ്. ആരാണ്, എന്തിനാണ് തന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്ന് അവൾക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ശത്രുക്കൾ തനിക്കല്ല, ഇച്ചായനാണ്. അതുകൊണ്ടാണ് അവർ എന്നെ ആക്രമിക്കാൻ വന്നപ്പോൾ കൃത്യസമയത്ത് തന്നെ ഇവരെത്തി തന്നെ രക്ഷിച്ചതും ഇപ്പോൾ തന്നെ ചെറിയമ്മയുടെ വീട്ടിൽ നിന്നും എൻ്റെ വീട്ടിലേക്ക് മാറ്റുന്നതും. പെട്ടെന്ന് കാറ് ബ്രേക്കിട്ട് നിർത്തിയപ്പോഴാണ് അനു ചിന്തയിൽ നിന്നും ഉണർന്നത്. അവളുടെ തറവാടിന് മുൻപിലാണ് ഇപ്പം കാറ് നിൽക്കുന്നത്. പുറത്തേക്ക് നോക്കിയപ്പോൾ നേരം ഇരുട്ടിയിരുന്നു. ഫോണെടുത്ത് സമയം നോക്കിയപ്പോൾ 8 മണി കഴിഞ്ഞു. അനുവിനെ പ്രതീക്ഷിച്ചതുപോലെ അച്ഛനും അമ്മയും രാകേഷും മുത്തശ്ശനും തുടങ്ങിയ കുടുംബം മുഴുവൻ സിറ്റ് ഔട്ടിൽ കാത്തിരിക്കുന്നു. അവരെ കണ്ടതും അനു കാറിൽ നിന്നും ഇറങ്ങി സിറ്റ് ഔട്ടിലേക്ക് കയറി അമ്മയെ കെട്ടിപ്പിടിച്ചു നിന്നു.
അത്രത്തോളം അവൾ ആ നിമിഷം ഭയന്നിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് ടോണിയുടെയും റോണിയുടെയും കാര്യം ഓർമ്മയിൽ വന്നത്. ടോണിയോടും റോണിയോടും ഒരു നന്ദി പോലും പറഞ്ഞില്ലല്ലോ എന്ന് കരുതി തിരിഞ്ഞപ്പോഴേക്കും അവർ പോയി കഴിഞ്ഞിരുന്നു. സിറ്റൗട്ടിൽ നിന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന അനുവിനെ കണ്ടതും അമ്മ അവളെ വിളിച്ചകത്തേക്ക് കൊണ്ടുപോയി. അന്ന് അനുവിനെ ഇറക്കി വിട്ടതിന് ശേഷം ഇന്നാണ് അവൾ ആ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അച്ഛനും അമ്മയും കുടുംബവുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർത്തെങ്കിലും പിന്നീട് ഇങ്ങോട്ട് വരാൻ അവളുടെ മനസ്സ് അനുവദിച്ചിരുന്നില്ല. എല്ലാവരുടെയും സ്നേഹപ്രകടനം കണ്ടപ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞു വന്നു. തന്നോട് ചെയ്തു പോയത് അവർ പശ്ചാത്തപിക്കുന്നുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു. എങ്കിലും താൻ ഇങ്ങോട്ട് വരാത്തത് അവരിൽ ഒരു വലിയ നോവായി അവശേഷിക്കുന്നുണ്ടെന്ന് അവൾ അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. എല്ലാവരെയും ഒന്ന് നോക്കി ചിരിച്ച് കുറച്ച് സമയം അവരുടെ കൂടെ സമയം ചിലവഴിച്ചതിന് ശേഷം അവൾ തൻ്റെ മുറിയിലേക്ക് പോയി. 1 വർഷത്തിന് ശേഷമാണ് അവൾ തൻ്റെ മുറിയിലേക്ക് കയറുന്നത്. തൻ്റെ വിവാഹ തലേന്ന് വരെ കിടന്നത് ഈ മുറിയിലാണ്. അവൾ ആ മുറി ആകെ മൊത്തം ഒന്ന് നോക്കി. ഇപ്പോഴും ഒരു മാറ്റവുമില്ല. തൻ്റെ മുറി പഴയതുപോലെ തന്നെ അടുക്കി വെച്ചിട്ടുണ്ട്. തൻ്റെ കബോർഡ് തുറന്നതും അതിൽ അടുക്കി വെച്ചിരിക്കുന്ന തൻ്റെ വസ്ത്രങ്ങളും അവൾ തൻ്റെ കൈകൊണ്ട് ഓടിച്ചു. ഇപ്പോഴും എല്ലാം അമ്മ ഭംഗിയായി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നൊരു ഓറഞ്ച് കളർ ധാവണിയെടുത്ത് അവൾ കുളിക്കാൻ പോയി. കുളിച്ച് റെഡിയായി പുറത്തേക്ക് വന്നതും അവളെ കാത്തമ്മ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. അവളെ കണ്ടതും 2 പേരും കൂടെ താഴേക്ക് പോയി. എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. കുറേ ദിവസം കൂടി അനു വന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവളെ ഊട്ടാൻ വളരെ തിടുക്കമായിരുന്നു. എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചതുകൊണ്ട് തന്നെ ഒന്നിച്ചിരുന്ന് കുറച്ച് സമയം സംസാരിച്ചതിന് ശേഷമാണ് അവർ പിരിഞ്ഞത്. അന്നത്തെ ദിവസം പകൽ കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും രാത്രി ഒരുപാട് സന്തോഷത്തോടെയാണ് അവൾ കിടന്നത്. അടുത്ത ദിവസം രാവിലെ അനു ഉറക്കമുണർന്നതും പതിവ് പോലെ അവൾ കുളിച്ച വസ്ത്രം മാറി താഴേക്ക് പോയി. എല്ലാവരും നല്ല തിരക്കിലായിരുന്നു. അമ്മ പാചകത്തിലും അച്ഛനും ഏട്ടനും ആരൊക്കെയോ വിളിക്കുന്ന തിരക്കിലും. അടുക്കളയിലേക്ക് വന്ന അനുവിനെ കണ്ടതും അമ്മ വേഗം അവളുടെ കയ്യിലേക്ക് 1 കപ്പ് കാപ്പി കൊടുത്തു. എന്നിട്ട് അവൾക്കുള്ള പുട്ടും കടലയും എടുത്തു കൊടുത്തു. അടുക്കളയിലെ ഭിത്തിയിലിരുന്ന് അമ്മയോട് സംസാരിച്ചു കൊണ്ട് അനു ഭക്ഷണം കഴിച്ചു. ഇടയ്ക്ക് അമ്മ അവൾക്ക് വാരി കൊടുക്കുന്നുണ്ട്. കുറേ കാലത്തിന് ശേഷം അമ്മയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാരിക്കഴിച്ചു അവൾ മനസ്സ് നിറഞ്ഞു. പെട്ടെന്ന് അച്ഛൻ അവളുടെ കയ്യിലേക്ക് ഒരു ബോക്സ് വെച്ചു കൊടുത്തത്. പ്രതികരിക്കാൻ തന്നെ വന്നതും ചോദിച്ചു, ഇതെന്താ അച്ഛാ? ബോക്സിലേക്കും മാധവനെയും നോക്കിക്കൊണ്ടാണ് ചോദിച്ചതും അവളെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് മാധവൻ പറഞ്ഞു, മറന്നുപോയോ, ഇന്നെൻ്റെ കുട്ടിയുടെ പിറന്നാളാ. കഴിഞ്ഞ വർഷം ഇതൊന്നും ഓർക്കാനും ആഘോഷിക്കാനും ഒന്നും പറ്റിയ അവസ്ഥയിലായിരുന്നില്ലല്ലോ ആരും. അതുകൊണ്ട് ഈ വർഷം നമുക്ക് ആഘോഷിക്കണം. ആദ്യത്തെ വാക്കുകളിൽ നിറഞ്ഞു നിന്നത് കുറ്റബോധമായിരുന്നുവെങ്കിലും അവസാനത്തെ വാക്കുകളിൽ സന്തോഷം മാത്രമായിരുന്നു. വേഗം ഈ സാരി മാറി അമ്മയുടെ കൂടെ അമ്പലത്തിൽ പോയിട്ട് വാ. വന്നതിന് ശേഷം എല്ലാവരും ഒന്ന് നമുക്കിത് ഗംഭീരമാക്കണം. ഒരു പുഞ്ചിരിയോട് അച്ഛനത് പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഇതുവരെയുള്ള തൻ്റെ പിറന്നാളുകളെല്ലാം ആഘോഷം തന്നെയായിരുന്നു, കഴിഞ്ഞ വർഷം ഒഴികെ. എന്നാൽ ഇന്ന് തനിക്ക് നഷ്ടപ്പെട്ട സന്തോഷങ്ങളെല്ലാം തിരിച്ചു കിട്ടിയിരിക്കുന്നു. അതോർത്തതും നിറഞ്ഞ കണ്ണുകളിലും അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. നിറഞ്ഞ കണ്ണുകളോടെ തന്നെ നോക്കി നിൽക്കുന്ന അനുവിനെ കണ്ടതും അവളുടെ ഉള്ളിൽ എന്താണെന്ന് അയാൾക്ക് ചിന്തിക്കാൻ കഴിഞ്ഞു. അവളെ ചേർത്ത് പിടിച്ച് സ്നേഹത്തോടെ അച്ഛൻ തന്നെ മകളെ ചുംബിച്ചു. അച്ഛൻ സമ്മാനം കൊടുത്തു കഴിഞ്ഞതും രാകേഷിൻ്റെ വകയും അവൾക്കൊരു ഗിഫ്റ്റ് കിട്ടി. തുറന്നു നോക്കിയതും അതിൽ ജ്വല്ലറി ആയിരുന്നു. പിന്നീട് മുത്തശ്ശനും മുത്തശ്ശൻ്റെ വകയും കൊടുത്തിട്ടുണ്ട്. എല്ലാവരോടും യാത്ര പറഞ്ഞ് സന്തോഷത്തോടെ അമ്പലത്തിലേക്ക് പോകുമ്പോൾ അനുവിൻ്റെ മനസ്സ് നിറഞ്ഞിരുന്നു. അമ്മയോടൊപ്പം കൃഷ്ണന് മുൻപിൽ കൈകൂപ്പി നിൽക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയ എല്ലാ സന്തോഷങ്ങളും തിരിച്ചു തന്ന ദൈവത്തിനോട് അവൾ മനസ്സറിഞ്ഞ് നന്ദി പറഞ്ഞു. എത്രയും പെട്ടെന്ന് തിരിച്ചു വീട്ടിലെത്താനുള്ള തിടുക്കമായിരുന്നു അവൾക്ക്. അമ്മയോടൊപ്പം കുറച്ച് വഴിപാടുകളും നടത്തി കൃഷ്ണന് തുളസിമാലയും ചാർത്തിയതിനു ശേഷമാണ് അവർ തിരിച്ചത്. തിരിച്ചു വീട്ടിലേക്ക് കയറുന്നതിന് മുൻപ് കണ്ടിരുന്നു മുൻപിൽ നിരത്തിയിട്ടിരിക്കുന്ന കാറുകളെ.